Hello everyone, welcome to Magical Mentor. ഇന്ന് നമ്മൾ പവർ ഇലക്ട്രോണിക്സിന്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്? ഡൈനാമിക് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ചേഞ്ച് എന്നാണ്. സോ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR എന്ന് പറഞ്ഞാൽ എന്താണ്? SCRന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോഴുള്ള വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും പവറിന്റെയും ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് അല്ലെങ്കിൽ അതിന്റെ പ്ലോട്ടിനെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR എന്ന് പറയുന്നത്. സോ SCRന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്? ഒരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ നിന്ന് മറ്റൊരു സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിലേക്ക് SCR പോവുകയാണെങ്കിൽ ദാറ്റ് ഇസ് എ ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് കണ്ടീഷനിൽ ഇരുന്ന SCR സ്റ്റഡി സ്റ്റേറ്റ് ഓൺ കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. സ്റ്റഡി സ്റ്റേറ്റ് ഓഫിൽ നിന്ന് സ്റ്റഡി സ്റ്റേറ്റ് ഓണിലേക്ക് മാറുകയാണ്. ദാറ്റ് മീൻസ് എന്താണ്? SCRന്റെ ടേൺ ഓൺ പ്രോസസ് ആണ്. ടേൺ ഓൺ പ്രോസസ് എന്ന് പറഞ്ഞാൽ SCRന് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ SCRലൂടെ പോകുന്ന കറണ്ടും അതിന് അക്രോസുള്ള വോൾട്ടേജും ഒക്കെ ചേഞ്ച് ചെയ്യും. സോ ആ ചേഞ്ചിനെയാണ് നമ്മൾ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടേൺ ഓഫ് പ്രോസസ്സിലും ഇതുപോലെ തന്നെ SCR ടേൺ ഓൺ സ്റ്റേറ്റിൽ നിന്ന് ടേൺ ഓഫ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ് ഉണ്ടാവുന്നത്. ആ ടൈമിലും കറണ്ടിനും വോൾട്ടേജിനും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. ഇവിടെ നമ്മളൊരു സ്വിച്ച് വരച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ടേൺ ഓഫ് കണ്ടീഷൻ ആണ്, അതായത് ഓപ്പൺ സർക്യൂട്ട് ആണ്. സെക്കൻഡ് കേസ് ഈസ് ടേൺ ഓൺ കണ്ടീഷൻ. ആദ്യമേ ഈ സ്വിച്ച് ടേൺ ഓഫ് ആയിരുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം T1 അത് ടേൺ ഓൺ ആക്കി. We have y-axis voltage and current and x-axis time. ടൈം T1 ടേൺ ഓഫ് ആയിരുന്ന സ്വിച്ചിനെ ടേൺ ഓൺ ആക്കുകയാണ്. അപ്പൊ ഈ വോൾട്ടേജും കറണ്ടും എങ്ങനെ ചേഞ്ച് ചെയ്യും? നമുക്ക് വോൾട്ടേജ് ആദ്യം വരയ്ക്കാം. ടേൺ ഓഫ് ആയിരിക്കുമ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ സർക്യൂട്ട് ആണ്. അപ്പോൾ ഫുൾ വോൾട്ടേജും സ്വിച്ചിന് അക്രോസ് വരും, സ്വിച്ചിന്റെ ടെർമിനൽസ് അക്രോസിന്. സോ ടേൺ ഓഫിൽ മാക്സിമം വോൾട്ടേജ് ആയിരിക്കും സ്വിച്ചിന് അക്രോസ് വരുന്നത്. ടേൺ ഓൺ ആക്കുമ്പോൾ ആ സ്വിച്ച് ഷോർട്ട് സർക്യൂട്ടായി മാറി. ഷോർട്ട് സർക്യൂട്ടിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. സോ ടേൺ ഓൺ ആകുമ്പോഴത്തേക്കും സ്വിച്ചിന്റെ വോൾട്ടേജ് 0 ആകും. ഓക്കെ, ഇനി കറണ്ടിന്റെ കാര്യം എങ്ങനെ വരും? കറണ്ടിന്റെ കേസ് എങ്ങനെ വരും? ടേൺ ഓഫ് ആകുമ്പോഴത്തേക്കും കറണ്ട് ഫ്ലോ ചെയ്യുമോ? ഫസ്റ്റ് കേസിൽ ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആയ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. സോ ടേൺ ഓഫ് കണ്ടീഷനിൽ കറണ്ട് 0 ആയിരിക്കും. ടേൺ ഓൺ ആക്കുമ്പോഴോ കറണ്ട് മാക്സിമം സ്വിച്ചിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതൊരു ഐഡിയൽ കേസ് ആണ്. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ ഈ T1 ടൈമിൽ തന്നെ ആയിരിക്കില്ല ഈ വോൾട്ടേജസിന്റെയും കറണ്ടിന്റെയും ചേഞ്ച്. ആ ടൈമിൽ തന്നെ സഡൻ ആയിട്ട് ചേഞ്ച് ചെയ്യില്ല. കുറച്ച് ഡിലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിനി ഒരു SCRന്റെ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. SCR ടേൺ ഓൺ ആകുമ്പോഴും ടേൺ ഓഫ് ആകുമ്പോഴും എന്ത് ചേഞ്ചസ് ആണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. SCRന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിന് രണ്ട് കേസസ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്, ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരു പ്ലോട്ടിൽ വരച്ചിരിക്കുന്നതാണിത്. സോ നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ബേസിക്കലി SCR is a 4-layer 3-terminal device. അത് നമുക്കറിയാം അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു. സോ SCR എന്ന് പറഞ്ഞാൽ ഒരു PN ഡിവൈസ് ആണ് അല്ലേ. PN ഡിവൈസ് ആണ്. 3 ടെർമിനൽസ് ഉണ്ട്. ആനോഡ്, ഗേറ്റ്, കാഥോഡ്. ആനോഡ്, ഗേറ്റ്, കാഥോഡ്. സോ ഈ ആനോഡ് കാഥോഡ് വോൾട്ടേജ് ഇതിപ്പോ എങ്ങനെയാണ്? ഇത് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, ആൻഡ് ഗേറ്റ് വോൾട്ടേജ്, ഗേറ്റ് കറണ്ട് ഇങ്ങനെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഗേറ്റ് കറണ്ട് IG. ഈ SCRനെ ടേൺ ഓൺ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. SCRനെ ടേൺ ഓൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ഈ വോൾട്ടേജ്
അതായത് ഫോർവേഡ് വോൾട്ടേജ് ഒരു VBR ബ്രേക്ക് ഓവർ വോൾട്ടേജിന് എബോവ് ആയി ഇൻക്രീസ് ചെയ്താൽ ഈ SCR ടേൺ ഓൺ ആവും, അല്ലെങ്കിൽ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് ചേഞ്ച് ചെയ്യും. മറ്റൊരു രീതിയാണ് ഗേറ്റ് കറണ്ട് IG കൊണ്ട് SCRനെ ടേൺ ഓൺ ചെയ്യിപ്പിക്കുന്നത്. ഓൾറെഡി പറഞ്ഞു SCR ഇസ് എ സ്വിച്ച്, കൺട്രോൾഡ് സ്വിച്ച് ആണ് SCR. അതിന്റെ ടേൺ ഓൺ മാത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ നോർമലി ഈ മെത്തേഡാണ്, ഗേറ്റ് കറണ്ട് വെച്ചിട്ട് SCRനെ ടേൺ ഓൺ ചെയ്യുന്ന മെത്തേഡാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാൾ ഇൻക്രീസ് ചെയ്ത് SCR ടേൺ ഓൺ ചെയ്യുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. അങ്ങനെ 2-3 പ്രാവശ്യം SCRനെ ഓപ്പറേറ്റ് ചെയ്താൽ SCR ഡാമേജ് ആയി പോകും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വോൾട്ടേജ് VG അപ്ലൈ ചെയ്തു. ഓക്കെ, VG അപ്ലൈ ചെയ്തു. അതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഗേറ്റ് കറണ്ട് റൈസ് ചെയ്യും അല്ലേ? ഇതിന്റെ എക്സ് ആക്സിസ് ടൈം ആണ്. IG സ്ലോലി റൈസ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഗേറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഗേറ്റ് കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ 90% ഓഫ് IG ഇവിടെ കാണിച്ചിട്ടുണ്ട്, 0.9 IG എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എക്സ് ആക്സിസ് ടൈം ആണ്. ഇതിൽ അറ്റ് 0 ടൈം ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് സ്റ്റഡി സ്റ്റേറ്റ് ടേൺ ഓഫ് ആണ്. അതായത് SCR ഇപ്പൊ ടേൺ ഓഫ് ആയിട്ടിരിക്കുകയാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അറ്റ് t ഈക്വൽ ടു 0 SCR is turned off. ഓക്കെ, ടേൺ ഓഫ് ആയിരിക്കുമ്പോൾ ഈ SCRന് അക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് VAK ആനോഡ് കാഥോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും IA എന്ന ആനോഡ് കറണ്ടുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് നമ്മൾ SCR ഇങ്ങനെ വരയ്ക്കുകയാണ്. SCRലൂടെ കറണ്ട് IA, ആനോഡ്, ഇത് ആനോഡ്, ഇത് കാഥോഡ്, ഇത് ഗേറ്റ് അല്ലേ? സോ ഈ കറണ്ടും വോൾട്ടേജ് VAK, അതായത് ഈ വോൾട്ടേജുമാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ആനോഡ് കാഥോഡ് വോൾട്ടേജുമാണ് നമ്മൾ ഈ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നത്. സോ SCR ടേൺ ഓഫ് ആയിരിക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും മാക്സിമം? വോൾട്ടേജ് ആയിരിക്കും മാക്സിമം. നേരത്തെ സ്വിച്ചിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ആനോഡ് വോൾട്ടേജ് മാക്സിമം ആയിരിക്കും. ഓക്കെ, സോ ടേൺ ഓഫ് ആയിരുന്നപ്പോൾ ഇതാണ് വോൾട്ടേജിന്റെ ഗ്രാഫ് വന്നിരിക്കുന്നത്, മാക്സിമം. ഓക്കെ, ഇനി IG ഒരു 90% എത്തിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് ഇത് ടേൺ ഓൺ ആകുന്നു SCR. അപ്പൊ ഈ വോൾട്ടേജ് കുറയണം അല്ലേ? വോൾട്ടേജ് കുറഞ്ഞ് ഫുള്ളി ടേൺ ഓൺ ആകുമ്പോൾ എന്തായി? വോൾട്ടേജ് 0 ആകണം ഐഡിയലി. പക്ഷെ 0 ആവില്ല, ഇതിലൊരു ചെറിയ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. സോ 90% ഓഫ് IG നമ്മുടെ വോൾട്ടേജ് കുറയാൻ തുടങ്ങി. IG ആകുമ്പോൾ തൊട്ട് 90% IG തൊട്ട് വോൾട്ടേജ് കുറഞ്ഞ് അതിന്റെ മിനിമം വോൾട്ടേജിലേക്ക് എത്തി. ഈ പോയിന്റ്, അതായത് ഈ പോയിന്റില് അത് ഫുള്ളി ടേൺഡ് ഓൺ ആയെന്നാണ് അതിന്റെ മീനിങ്. ഫുള്ളി ടേൺ ഓൺ ആയി, മിനിമം വോൾട്ടേജ് ആണ് ഇപ്പൊ അത്. ഓക്കെ, ഇനി ടേൺ ഓൺ ആയി കഴിയുമ്പോൾ ആനോഡ് കറണ്ട് എന്താണ് ചെയ്യുന്നത്? ആനോഡ് കറണ്ട് റൈസ് ചെയ്യണം അല്ലെ? വോൾട്ടേജ് കുറയുകയും ചെയ്യണം, കറണ്ട് റൈസ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം IG കൊടുത്തപ്പോഴാണ് ഈ SCR ടേൺ ഓൺ ആയത്. സോ ഒരു 90% ഓഫ് IG ആകുമ്പോഴത്തേക്കും ഈ വോൾട്ടേജ് കുറയും. വോൾട്ടേജ് കുറഞ്ഞിട്ട് കറണ്ട് കൂടും അല്ലേ? ഇപ്പൊ കറണ്ട് കൂടുന്നത് എങ്ങനെയാണ്? 90% ഓഫ് IG തൊട്ട് കറണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങും. ഇതല്ലേ നമ്മുടെ 90% ഓഫ് IG. സോ കറണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങി. കറണ്ട് റൈസ് ചെയ്ത് ഫുള്ളി ടേൺ ഓൺ കണ്ടീഷൻ എത്തുമ്പോൾ എന്താണ്? മാക്സിമം കറണ്ട് ആവും. ഓഫ് ആയിരുന്ന SCRനെ ഓൺ ആക്കുകയാണ് ചെയ്തത്. ഈ ടേൺ ഓൺ പ്രോസസ് എവിടെ തൊട്ട് എവിടം വരെയാണ്? ഈ ഗേറ്റ് കറണ്ട് 90% ആവുന്ന പോയിന്റ് തൊട്ട്, ദാറ്റ് ഈസ് ഇതാണ് 90% ഓഫ് ഗേറ്റ് കറണ്ട്. ആ പോയിന്റ് മുതൽ ഈ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് SCRൽ വരുന്നത് വരെ ഇത്രയും ടൈം പീരീഡ് ആണ്
ടേൺ ഓൺ ടൈം. ഓക്കെ, ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് ആണ് ടേൺ ഓൺ ടൈം. ഈ ടേൺ ഓൺ ടൈമിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടേൺ ഓൺ ടൈം is equal to TD, delay time, plus TR, rise time, plus TP, spread time. Okay, ഈ TP നെ നമ്മൾ TS എന്നും പറയാറുണ്ട്. So TD plus TR plus TP ആണ് നമ്മുടെ ടേൺ ഓൺ ടൈം. ഇനി ഡിലേ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിലേ ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ഡിലേ ടൈമിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുന്നത്? ഗേറ്റ് കറണ്ട് 90% തൊട്ട് 100% വരെ റൈസ് ചെയ്യുന്നത് ഡിലേ ടൈമിലാണ്. അതുപോലെ തന്നെ ആനോഡ് വോൾട്ടേജ് 100% നിന്ന് 90% വരെ ഡിക്രീസ് ചെയ്യുന്നത് ഈ ഡിലേ ടൈമിലാണ്. അതുപോലെ തന്നെ ആനോഡ് കറണ്ട് മിനിമം ലീക്കേജ് കറണ്ടിൽ നിന്ന് 10% വരെ റൈസ് ചെയ്യുന്നത് ഡിലേ ടൈമിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് റൈസ് ടൈം. റൈസ് ടൈമിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? റൈസ് ടൈമിൽ ആനോഡ് വോൾട്ടേജ് 90% to 10% ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ 80% ഡിക്രീസ് ആണ് ആനോഡ് വോൾട്ടേജിന് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആനോഡ് കറണ്ട് 10%ൽ നിന്ന് 90% റൈസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൈസ് ടൈം TR സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്പ്രെഡ് ടൈം അല്ലെങ്കിൽ TP. സ്പ്രെഡ് ടൈമിൽ എന്താണ് സംഭവിക്കുന്നത്? ആനോഡ് വോൾട്ടേജ് 10% നിന്ന് ആ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പിലേക്ക് ഡിക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ആനോഡ് കറണ്ട് 90% നിന്ന് 100% ആവും. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് സ്പ്രെഡ് ടൈമിൽ സംഭവിക്കുന്നത്. സോ സ്പ്രെഡ് ടൈം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി ടൈം ഫോർ വിച്ച് ദി ആനോഡ് വോൾട്ടേജ് ഡിക്രീസസ് ഫ്രം 10% to ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ്, അല്ലെങ്കിൽ ആനോഡ് കറണ്ട് ഇൻക്രീസസ് ഫ്രം 90% to 100%. ഓക്കെ, അല്ലെങ്കിൽ ലോഡ് കറണ്ട് 100% ഓഫ് ആനോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ലോഡ് കറണ്ട് തന്നെ ആണ്. ഇനി സ്വിച്ചിങ് ഫാസ്റ്റർ ആക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ടേൺ ഓൺ ടൈമിനെ ഡിക്രീസ് ചെയ്യണം. ടേൺ ഓൺ ടൈമിനെ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്വിച്ചിങ് ഫാസ്റ്റർ ആക്കാൻ പറ്റും. ടേൺ ഓൺ ടൈമിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടേൺ ഓൺ ടൈം എന്തൊക്കെയാണ്? ഡിലേ ടൈം പ്ലസ് റൈസ് ടൈം പ്ലസ് സ്പ്രെഡ് ടൈം. സോ ഈ 3 ടൈമിനെ കുറച്ചാൽ മാത്രമേ നമുക്ക് ടേൺ ഓൺ ടൈമിനെ ഡിക്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ 3 ടൈമിനെ നോക്കുമ്പോൾ ഈ റൈസ് ടൈം TR ആണ് കമ്പാരറ്റീവ്ലി ഗ്രേറ്റർ അല്ലേ? TR കൂടുതലാണ്. അപ്പൊ TR നെ കുറയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ആനോഡ് കറണ്ടിന്റെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇൻക്രീസ് ഇൻ കറണ്ട് കാണാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം di/dt. അത് എന്ത് തന്നെയാണ്? ഈ കർവിന്റെ സ്ലോപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഈ TR നെ കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ലോപ്പ് കുറച്ചുകൂടെ കൂട്ടിയാൽ മതി. അതായത് ഇങ്ങനെ റൈസ് ചെയ്യുന്ന കറണ്ടിനെ സ്ലോപ്പ് കുറച്ചുകൂടെ കൂട്ടിയാൽ എന്താവും? അല്ലെ, അതിന്റെ ചരിവ് കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്തു. അപ്പം di/dt ഇത് ഇൻക്രീസ്ഡ് di/dt ആണ്. അതിന്റെ സ്ലോപ്പ് കുറച്ചുകൂടെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് TR റൈസ് ടൈം ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് കേസസ് നോക്കുക. ഇത് റൈസ് ടൈം 1, ഇത് റൈസ് ടൈം 2. സോ ഇവിടെ റൈസ് ടൈം 2 എന്ന് പറഞ്ഞാൽ കുറവാണ്. പക്ഷെ സ്ലോപ്പ് ഓഫ് റൈസ് ടൈം 2 എന്താണ്? di/dt കൂടുതൽ 2-നാണ്. di/dt കൂടുതൽ സെക്കൻഡ് കേസിനാണ്. സോ di/dt നെ കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആനോഡ് കറണ്ടിനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ഈ ടേൺ ഓൺ ടൈമിനെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ di/dt നെ നമുക്ക് എത്രമാത്രം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും? di/dt is specified by the manufacturer. Okay, di/dt SCRന്റെ മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്യുന്നതാണ്. മാനുഫാക്ചറർ സ്പെസിഫൈ ചെയ്യുന്ന di/dt നേക്കാളും ഒരു ചെറിയ di/dt ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞതാണ് നമ്മുടെ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ ടേൺ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടേൺ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് SCR എന്താണെന്ന് നോക്കാം. ഇപ്പോൾ SCR ഓൺ ആണ്, അതായത് ആനോഡ് കറണ്ട് മാക്സിമം ആണ്. ആനോഡ് വോൾട്ടേജ് എന്താണ്? ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ആണ്. ഓക്കെ, ഇനി SCRനെ നമ്മൾ ഓഫ് ആക്കുകയാണ്. SCRനെ ഓഫ് ആക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇനി എങ്ങനെയാണ് SCRനെ ഓഫ് ആക്കുന്നത്? നമ്മൾ നേരത്തെ ഹോൾഡിംഗ് കറണ്ടും ലാച്ചിങ് കറണ്ടും എന്താണെന്ന് കണ്ടിരുന്നു. അതിൽ ഏത് കറണ്ടാണ് ലാർജർ കറണ്ട്? ഹയർ കറണ്ട് ഏതാണ്? IL അല്ലെങ്കിൽ ലാച്ചിങ് കറണ്ട് ആണ് ഹയർ കറണ്ട്. ലാച്ചിങ് കറണ്ടിനേക്കാളും കൂടുതലാണ് ആനോഡ് കറണ്ട് എങ്കിൽ വി വിൽ ലോസ് കൺട്രോൾ ഓവർ SCR. പിന്നെ ഗേറ്റ് വെച്ചിട്ട് 0 ആക്കിയാലും SCR വിൽ കണ്ടിന്യൂ ഇൻ കണ്ടക്ഷൻ. ഹോൾഡിംഗ് കറണ്ടിന് ബിലോ ആനോഡ് കറണ്ട് വന്നാൽ മാത്രമേ നമ്മൾ SCRനെ ടേൺ ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആനോഡ് കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും താഴെ വന്നാൽ മാത്രമേ നമുക്ക് SCRനെ ടേൺ ഓഫ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആനോഡ് കറണ്ട് ഷുഡ് ബി ലെസ് ദാൻ ഹോൾഡിംഗ് കറണ്ട്. ഓക്കെ, ഇനി നമ്മൾ SCRനെ ഈ ടൈമിൽ ടേൺ ഓഫ് ചെയ്യാന്ന് വിചാരിക്കാം. ദിസ് ടൈം ടിയിൽ ടേൺ ഓഫ് ചെയ്തു. അപ്പൊ എന്താണ് സംഭവിക്കേണ്ടത്? ആനോഡ് കറണ്ട് കുറഞ്ഞു വരണം അല്ലെ? സ്വിച്ച് ഓഫ് ആക്കിയാൽ എന്താണ്? അതിലൂടെയുള്ള കറണ്ട് 0 ആകണം. ഐഡിയൽ സ്വിച്ച് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് 0 ആയേനെ. ഇവിടെ സ്ലോലി ആണ് അത് 0യിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടൈം T1 ഉണ്ട്. ആ T1 എന്ന ടൈമിൽ ആനോഡ് കറണ്ട് 0 ആയി. ഓക്കെ, ആനോഡ് കറണ്ട് 0 ആവുന്ന ഏത് ടൈമിലാണ്? ഈ ടൈമിലാണ്. SCR ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി റീഗെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഈ കറണ്ട് എന്ത് ചെയ്യുന്നു? കറണ്ട് 0 കഴിഞ്ഞും നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ്? SCR എന്ന് പറഞ്ഞാൽ ഒരു 4 ലെയർ ഡിവൈസ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ? PN ഡിവൈസ് ആണ്. ആ PN ഡിവൈസിൽ 4 ലെയേഴ്സിലും ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ആ ചാർജ് കാരിയേഴ്സിനെ സ്വീപ്പ് ഔട്ട് ചെയ്താൽ മാത്രമേ ഈ SCR ഓഫ് ആവത്തുള്ളൂ. സോ ഈ ചാർജ് കാരിയേഴ്സിന്റെ പ്രസൻസ് കാരണമാണ് ഈ ആനോഡ് കറണ്ട് ആ സെയിം സ്ലോപ്പിൽ നെഗറ്റീവ് ഡയറക്ഷനിൽ 0 കഴിഞ്ഞും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു പർട്ടിക്കുലർ ടൈം T2 എത്തുമ്പോൾ, ഇതാണ് T2 എത്തുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? T2 എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 60% ഓഫ് ചാർജ് കാരിയേഴ്സ് ഈ ലെയേഴ്സിൽ നിന്ന് സ്വീപ്പ് ഔട്ട് ചെയ്ത് കളയും. ഔട്ടർ ലെയേഴ്സിൽ നിന്ന് നമ്മൾ സ്വീപ്പ് ഔട്ട് ചെയ്ത് പോവുകയാണ്. സോ ഈ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്ന കറണ്ട് വീണ്ടും കുറയും. നെഗറ്റീവ് ഡയറക്ഷനിൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡിക്രീസ് ചെയ്യാൻ പെട്ടെന്ന് ഈ കറണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ് ഉണ്ടായത് അല്ലെ? di/dt ഉണ്ടായി. നമുക്കറിയാം ഒരു ഇൻഡക്ടൻസ് ഉള്ള സർക്യൂട്ടിൽ ഒരു EMF ഫോം ചെയ്ത് അല്ലെ? E = L × di/dt എന്ന രീതിയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാവും. സോ whenever there is a change in current there will be an induced voltage. സോ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് കാരണം ഇവിടെ ഒരു വോൾട്ടേജിൽ ഒരു നെഗറ്റീവ് സ്പൈക്ക് ഉണ്ടാകുന്നു. ആനോഡ് വോൾട്ടേജിൽ ഒരു നെഗറ്റീവ് സ്പൈക്ക് ഉണ്ടാകുന്നു. അതാണ് ഈ കാണുന്നത്. ഈ ആനോഡ് വോൾട്ടേജിന്റെ നെഗറ്റീവ് സ്പൈക്കിനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ SCRന് അക്രോസ് R ആൻഡ് C എലമെന്റ്സ് പ്രൊവൈഡ് ചെയ്യും. SCRന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് RC എലമെന്റ്സ് SCRന് അക്രോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് ഈ വോൾട്ടേജ് ബ്ലോക്കിംഗ് കേപ്പബിലിറ്റി SCR റീഗെയിൻ ചെയ്യുകയാണ്. പക്ഷേ SCRന്റെ പുറത്തുള്ള 2 ലെയേഴ്സിലെ ചാർജ് കാരിയേഴ്സ് മാത്രം ഇപ്പൊ സ്വീപ്പ് ഔട്ട് ആയി. പക്ഷേ ഈ മിഡിൽ ജംഗ്ഷൻ, ഈ നമുക്കറിയാം ഇതിന് 3 ജംഗ്ഷൻസ് ഉണ്ട് അല്ലേ? J1, J2 ആൻഡ് J3. ഈ J2 ജംഗ്ഷനിലെ ചാർജ് കാരിയേഴ്സ് റീകോമ്പിനേഷൻ വഴി മാത്രമേ നമുക്കതിനെ കളയാൻ പറ്റുകയുള്ളൂ. ആ ചാർജ് കാരിയേഴ്സും ഫുള്ളും റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ SCR കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സോ ഈ ചാർജ് കാരിയേഴ്സ് അറ്റ് ജംഗ്ഷൻ J2 റീകമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം. ടേൺ ഓഫ് ആകാൻ എത്ര ടൈം എടുത്തു? ഇത്രയും ടൈമാണ് നമ്മുടെ ടേൺ ഓഫ് ടൈം അല്ലേ? ദിസ് മച്ച് ടൈം ഈസ് ടേൺ ഓഫ് ടൈം. ഇതിന് നമുക്ക് 3 ടൈമായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് TRR, റിവേഴ്സ് റിക്കവറി ടൈം. റിവേഴ്സ് റിക്കവറി ടൈം എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ്. ഓക്കെ, അതായത് ആനോഡ് കറണ്ട് 0 ആവുന്നത് മുതൽ ഈ
ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി SCR റീഗെയിൻ ചെയ്യാറാകുന്നത് വരെ ഉള്ള ടൈമാണ് TRR അല്ലെങ്കിൽ റിവേഴ്സ് റിക്കവറി ടൈം. അല്ലെങ്കിൽ നമുക്ക് പറയാം ആനോഡ് കറണ്ട് 0 ആവുന്നത് തൊട്ട് ഔട്ടർ ലേയേഴ്സും സ്വെപ്റ്റ് ഔട്ട് ചെയ്ത് കഴിയുന്ന ടൈമാണ് റിവേഴ്സ് റിക്കവറി ടൈം. ഓക്കെ, നെക്സ്റ്റ് ടൈം ഈസ് TGR, ഗേറ്റ് റിക്കവറി ടൈം. അതായത് ജംഗ്ഷൻ J2യിലുള്ള ചാർജ് കാരിയേഴ്സ് മുഴുവൻ റീകമ്പൈൻ ചെയ്ത് കഴിയുന്ന ടൈമാണ് TGR, ഗേറ്റ് റിക്കവറി ടൈം. സോ നമുക്ക് പറയാം ടോട്ടൽ ടേൺ ഓഫ് ടൈം ഓഫ് SCR ഈസ് ഈക്വൽസ് റിവേഴ്സ് റിക്കവറി ടൈം പ്ലസ് ഗേറ്റ് റിക്കവറി ടൈം. ഇനി ടേൺ ഓഫ് ടൈമിനെ നമ്മൾ TQ എന്നാണ് വിളിക്കുന്നത്. ഈ ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 30 to 100 മൈക്രോ സെക്കൻഡ്സിലാണ് അതിന്റെ റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി ഗേറ്റ് ടേൺ ഓഫ് ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ J2 ജംഗ്ഷനിലുള്ള ചാർജ് കാരിയേഴ്സ് റീകമ്പൈൻ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോർവേഡ് കറണ്ട്. ആനോഡ് കറണ്ട്, അതായത് ടേൺ ഓഫ് ആവുന്നതിന് മുമ്പുള്ള ആനോഡ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള DI/dt-നെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ജംഗ്ഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് മൂന്നും കൂടുകയാണെങ്കിൽ ടേൺ ഓൺ ടൈം കൂടും. ഓക്കെ, ഇനി റിക്കവറി ടൈമിലുള്ള നെഗറ്റീവ് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമ്മൾ ടേൺ ഓഫ് ടൈം കുറയും. ഓക്കെ, ഇനി TQ എന്ന് പറഞ്ഞാൽ തൈറിസ്റ്റർ ടേൺ ഓഫ് ടൈം ആണ്. തൈറിസ്റ്റർ ടേൺ ഓഫ് ടൈം അത് ഒരു ഇൻഡിവിജ്വൽ SCRന് മാത്രമാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. SCRന് ടേൺ ഓഫ് ആകാൻ വേണ്ടി സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈമാണ് ഈ TC അല്ലെങ്കിൽ സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറയുന്നത്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം അതാണ് മറ്റൊരു ഡോട്ടർ ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. സർക്യൂട്ട് ടേൺ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ആനോഡ് കറണ്ട് 0 ആവുന്നത് മുതൽ ഈ ആനോഡ് വോൾട്ടേജ് 0 ആകുന്നത് വരെയാണ്. ഓക്കെ, ഇനി തൈറിസ്റ്റേഴ്സ് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ടേൺ ഓഫ് ടൈമിന്റെ ബേസ് ചെയ്ത്. കൺവേർട്ടർ ഗ്രേഡ് SCRs ആണ്. അതിന്റെ ടേൺ ഓഫ് ടൈം 50 to 100 മൈക്രോ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ടേൺ ഓഫ് ടൈം 3 to 50 മൈക്രോ സെക്കൻഡ്സ് വരുന്നത് ഇൻവെർട്ടർ ഗ്രേഡ് SCRs ആണ്. ഇൻവെർട്ടർ ഗ്രേഡ് SCRs കോസ്റ്റ്ലിയർ ആണ്. അത് യൂസ് ചെയ്യുന്നത് ഇൻവെർട്ടറിലും ചോപ്പറിലും ഫോഴ്സ് കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടേഴ്സിലും ഒക്കെയാണ്. കൺവേർട്ടർ ഗ്രേഡ് SCRs സ്ലോ ടേൺ ഓഫ് ഉള്ള സ്ഥലത്താണ് യൂസ് ചെയ്യുന്നത്, such as phase control rectifiers, AC voltage controllers, cyclo converters, etc.